ഹലോ, നമുക്ക് ബാംഗ്ലൂർ ഒരു ഉത്സവം കണ്ടാലോ? ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഉത്സവം ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ഉത്സവം എന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉത്സവം കാണാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിലെ കൂട്ടത്തിൽ എല്ലാ കലാപരിപാടികളും ഇവിടെ ഉണ്ട്. ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ, ഏറെക്കുറെ ഭാഷയുടെ ഒരു വ്യത്യാസം മാത്രം. പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്. പിന്നെ നമുക്ക് ഈ ഭാഷ അറിയാത്തത് കൊണ്ട് തന്നെ ഇവരെന്താ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. പിന്നെ നോക്കിയപ്പം ഈ റൗണ്ടിൻ്റെ ചാലഞ്ച് അവിടെ നടക്കുന്നു. ഇതെന്തോ 50 രൂപ എന്തോ കൊടുക്കുമ്പം അവരൊരു 7 റിങ്സ് കൊടുക്കും. അത് എറിയണം, എറിഞ്ഞ് വീഴ്ത്തിയാൽ നമുക്കത് കിട്ടും, ഇല്ലെങ്കിൽ അത് കിട്ടത്തില്ല. എന്തോ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഒരു 2-3 ആൾക്കാർക്ക് മാത്രമേ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, എന്തോ കപ്പ്, അങ്ങനത്തെ എന്തോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. 50 രൂപയ്ക്ക് വർത്തിയാണോ എന്ന് ചോദിച്ചാൽ അതെ, പക്ഷേ വീഴണം. വീണാൽ ഊട്ടിയില്ലെങ്കിൽ കിട്ടി. അടുത്തതായി ബലൂൺ പൊട്ടിക്കൽ ഇതും എന്തോ 50 രൂപയാണെന്ന് തോന്നുന്നു. 50 രൂപയ്ക്ക് 6 ബലൂൺ പൊട്ടിക്കാനുള്ള ചാൻസ് അവർ കൊടുക്കുന്നത്. 5 എണ്ണം പൊട്ടിക്കണം, എങ്കിൽ മാത്രമേ എന്തോ പ്രൈസ് കിട്ടത്തുള്ളൂ. പുള്ളിയുടെ ഭാഗ്യക്കേട് കൊണ്ടാണോ എന്നറിയത്തില്ല, പുള്ളി പൊട്ടിച്ച 6ഉം പൊട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. കുറേ ആൾക്കാർ പക്ഷേ ചെയ്യുന്നുണ്ട്, നല്ല രസമുണ്ട് നിന്ന് കാണാൻ. പിന്നെ കുറേ സമയം അങ്ങനെ കളഞ്ഞു. പിന്നെ കാണാനുള്ളതെല്ലാം കൂടുതലും ഈ റൈഡ്സ് ആയിരുന്നു. പിന്നെ ഒരു കറങ്ങുന്ന ചേറി കയറാനാട്ടോ അവിടെ എന്തൊരു തിക്കിത്തിരക്കായിരുന്നോ. ആൾക്കാരവിടെ ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിൽക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു കയറിയ ആൾക്കാരെ കൂവലും വിളിയും കേട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു കൂടുതലും. ഈ ഒരു ട്രെയിനും കൂടെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ വിൽക്കാൻ വെച്ചേക്കുന്ന സാധനങ്ങൾ കാണാനായിട്ട്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ പൊരി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എന്തോ സ്പെഷ്യൽ സാധനമാണെന്ന് തോന്നി. എല്ലാ കടയിലും ഈ പൊരി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കളിപ്പാട്ട കടകൾ, പാത്രക്കടകൾ, കിട്ടാത്ത സാധനങ്ങളൊന്നും തന്നെ ഇല്ല. ഇഷ്ടം പോലെ സാധനങ്ങൾ, വിഗ്രഹങ്ങൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ബാംഗ്ലൂരത്തെ ഉത്സവം. ഞാൻ പോയി കണ്ട ഉത്സവം ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.